إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة بسم الله الرحمن الرحيم الأخلاء يومئذ بعضهم لبعض عدو إلا المتقين. സ്നേഹധന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചസൃഷ്ടാവും പരിപാലകനുമായ ഏകനായ റബ്ബിൻ്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും യഥാവിധി സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിനേറെ ഭയപ്പെട്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് വളരെ ഗൗരവത്തോടുകൂടെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏതൊരു മനുഷ്യനും തൻ്റെ ജീവിതത്തിനിടയിൽ പലരെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും മറ്റു പലരോടും അനിഷ്ടം വെച്ചു പുലർത്തുകയും വെറുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇത് മാനുഷികമായിട്ടുള്ള ഒരു ഗുണമാണ്. അതല്ലെങ്കിൽ മനുഷ്യപ്രകൃതിയുടെ ഒരു തേട്ടമാണ്. ചിലരെ ഇഷ്ടപ്പെടുകയും മറ്റു ചിലരെ വെറുക്കുകയും അനിഷ്ടം വെച്ചു പുലർത്തുകയും ചെയ്യുക എന്നൊക്കെയുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും അതുപോലെ തന്നെ പലരുമായും നമുക്ക് ചങ്ങാത്തമുണ്ട്, സ്നേഹബന്ധമുണ്ട്. ചിലരോടെങ്കിലും നമുക്ക് അനിഷ്ടവും ഒരുപക്ഷെ വെറുപ്പും അപൂർവമായി ചിലപ്പോൾ വിദ്വേഷങ്ങളുമൊക്കെ ഉണ്ടായി എന്നും വന്നേക്കാം. ഇഷ്ടമെന്നുള്ളത് വെറുപ്പെന്നുള്ളത് പ്രകൃതിപരമായി ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന നിലക്ക് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ കുടുംബബന്ധമുണ്ടെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സ്നേഹബന്ധം, അത് പ്രകൃതിപരമായിരിക്കുന്ന ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്ടവും സഹോദരനും സഹോദരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുള്ള സ്നേഹബന്ധം എന്നൊക്കെ പറയുന്നത് പ്രകൃതിപരമായിരിക്കുന്ന ഒരു ബന്ധമാണ്. അതുപോലെ തന്നെയാണ് ശത്രുക്കളെ വെറുക്കുക എന്നുള്ളതും തനിക്ക് പ്രയാസമുണ്ടാക്കുന്ന, നഷ്ടം വരുത്തി വെക്കുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളതും ഒരു പ്രകൃതിപരമായിരിക്കുന്ന ഒരു രീതി മാത്രമാണ്.
എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി പലപ്പോഴും നമുക്ക് പലരോടും താല്പര്യമുള്ളവരാണ്, പലരെയും നമ്മൾ സ്നേഹിക്കുന്നവരാണ്, പലരുമായും നമ്മൾ ചങ്ങാത്തം കൂടുന്നവരാണ്. അതേ അവസരത്തിൽ പലരോടും നമുക്ക് വിദ്വേഷവും വെറുപ്പും വെച്ചു പുലർത്തുകയും അകലുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ഈ പ്രകൃതിപരമായിരിക്കുന്ന ഈ സ്വഭാവത്തിന് പുറമെയുള്ള സ്നേഹമായിരുന്നാലും വെറുപ്പായിരുന്നാലും ഇണക്കമായിരുന്നാലും പിണക്കമായിരുന്നാലും അതിന് ഇസ്ലാമികമായിട്ടുള്ള ചില മാനങ്ങളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. അവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ ആരെ സ്നേഹിക്കണം, താൻ ആരെ വെറുക്കണം, താൻ ഇപ്പോൾ സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരുമായിരിക്കുന്ന ആളുകളൊക്കെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇണക്കത്തിന്റെയും പിണക്കത്തിന്റെയും സ്നേഹത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടത്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പലരെയും സ്നേഹിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം നൽകുന്ന ആളുകളെ അറിയാതെ നമ്മൾ സ്നേഹിച്ചു പോകും. അതുകൊണ്ടാണ് ഇന്നത്തെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഫിലിം സ്റ്റാറുകളെ, അതിൽ റീൽസിലെ നായികന്മാരെ, അതുപോലെ തന്നെ മറ്റുള്ള കോമഡി, അതിലൂടെ നമ്മളെ ചിരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് ചെയ്യുന്ന എന്റർടൈനറുകാർ ആളുകളെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കുവാനും അവരേതുപോലെ അവർക്ക് വേണ്ടി ജീവിക്കുവാനും ഒക്കെ തയ്യാറാകുന്നത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ സിംഗേഴ്സിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതിന്റെയും ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാണ് സ്നേഹിക്കേണ്ടത്, ആരാലാണ് സ്നേഹിക്കപ്പെടേണ്ടത് എന്നതിനെ കുറിച്ച് ഇസ്ലാമിന് കൃത്യമായിരിക്കുന്ന വീക്ഷണമുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശമുണ്ട്. എല്ലാ ആളുകളെയും സ്നേഹിക്കുവാനും എല്ലാവരോടും ചങ്ങാത്തം പുലർത്തുവാനും ആ ബന്ധം സ്ഥാപിക്കുവാനും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന ഒരു തിരിച്ചറിവ്, സാമാന്യമായിരിക്കുന്ന ഒരു തിരിച്ചറിവ് ഒരു മുഅ്മിനുണ്ടായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വിശ്വാസത്തിന്റെ മാനദണ്ഡമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക, റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം ഭിന്നിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മള് പലരെയും വെറുക്കുവാനുള്ള കാരണമായി നമ്മുടെ ഇടയിലുള്ളത് അയാൾ തന്റെ എതിരാളിയാണ്, തന്റെ അഭിപ്രായത്തെ മാനിക്കാത്തവനാണ്, തന്നെ ബഹുമാനിക്കാത്തവനും ആദരിക്കാത്തവനുമാണ് എന്നതൊക്കെ ആണ് പലപ്പോഴും പലരെയും വെറുക്കാൻ നമുക്ക് കാരണമായി തീരുന്നത്. അതുപോലെ തന്നെ പലരിൽ നിന്നും അകലാനും കൂട്ടുകൂടാതിരിക്കുവാനും കാരണമായിട്ടുള്ളതും നമ്മുടെ സ്റ്റാറ്റസിന് ഒത്ത ആ രീതിയിലുള്ള ആ ദർജയിലേക്ക് എത്തിയിട്ടില്ലാത്ത ആളുകളായതുകൊണ്ട് അവരുമായിട്ട് ചങ്ങാത്തം കൂടാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സാമ്പത്തികമായിരിക്കുന്ന മാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന സ്ഥാനമാനങ്ങളുടെ വിഷയത്തിലായിരിക്കാം. ഇവരൊന്നും എന്നോടൊപ്പം കിടപിടിക്കാൻ പോന്നവരല്ല. അതുകൊണ്ട് അവനോട് ആ രൂപത്തിലുള്ള ഒരു പരിഗണന നൽകിയാൽ മതി, ആ രൂപത്തിൽ ഇടപഴകി ജീവിക്കേണ്ട, സ്നേഹിക്കേണ്ടെന്ന, പരിഗണിക്കേണ്ട ആളുകളല്ല എന്ന തോന്നലുകളാണ്. പിണങ്ങാനും ഇതുപോലെ തന്നെയാണ്. മംഗലത്തിന് വിളിച്ചില്ല, അഭിപ്രായം ചോദിച്ചില്ല, ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ പിന്താങ്ങിയില്ല, ഞാൻ പറഞ്ഞതിനെ എതിർത്തു എന്നൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പലരെയും വെറുക്കുവാനും പലപ്പോഴും നമ്മൾ തയ്യാറാവാറുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സുന്ദരമായിരിക്കുന്ന മാതൃക നമുക്കതിൽ കാണാൻ കഴിയും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന കാലഘട്ടം ജാഹിലിയത്ത് മക്കയിലുണ്ടായിരുന്ന സാഹചര്യം നമുക്കൊക്കെ അറിയാം. ഗോത്രപ്പെരുമയുടെ പേരില്, തറവാടിത്തത്തിന്റെ പേരിൽ ഗർവ് കൊണ്ടിരുന്ന, അഹങ്കാരം നടിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അടിമകളും ഉടമകളും തമ്മിലുള്ള വേർതിരിവുകൾ ഉണ്ടായിരുന്നു. കറുത്തവനും വെളുത്തവനും എന്നുള്ള വൈജാത്യങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിരിക്കുന്ന രൂപത്തിലുള്ള വേർതിരിവുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്കാണ് ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്തിന്റെ സന്ദേശവുമായി കടന്നു വരുന്നത്. എന്നിട്ട് എന്താ ഉണ്ടായത്? പരിശുദ്ധ ഇസ്ലാമിലേക്ക് വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നവന്റെ നിറവോ അല്ലെങ്കിൽ അവന്റെ ഗോത്രമഹിമയോ അടിമയാണോ ഉടമയാണോ എന്ന പരിഗണന ഒന്നും തന്നെ ഇല്ലാതെ പരസ്പരം സ്നേഹിക്കുവാനും ആദരിക്കുവാനും ബഹുമാനിക്കുവാനും കൂടെ ചേർന്നു നിൽക്കുവാനും ആ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ തയ്യാറായി എന്നുള്ളതാണ്. മഹാനായിരിക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ള അടിമകളായിരിക്കുന്ന ആളുകളെ വില കൊടുത്തു വാങ്ങിയിരിക്കുന്ന ഉടമസ്ഥനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒരു തടസ്സമായിരുന്നില്ല. യാസറും അമ്മാറും ഹുബൈബും ഹബ്ബാബും
പോലെയുള്ള അടിമകളായിരിക്കുന്ന ആളുകള് ഏറ്റവും അടുത്തവരായി ചേർത്തു നിർത്തുവാനും ഒരേ രൂപത്തിൽ തന്നെ വേഷമണിയുവാനും ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണുവാനും ഒക്കെ അവർ തയ്യാറായി എന്നുള്ളതാണ്. വിദേശി സ്വദേശി എന്ന വ്യത്യാസമില്ലാതെ മഹാനായ സൽമാൻ ഫാരിസിയെ സ്വീകരിച്ചവരാണ് നമ്മുടെ മുൻതലമുറക്കാരായിരിക്കുന്ന പ്രവാചകന്റെ അനുചരന്മാരായ സഹാബത്ത്. നിങ്ങൾ നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും മദീനയിലേക്കാണെങ്കിൽ വർഷങ്ങളോളം നിസാരമായിരിക്കുന്ന കാരണത്തിന്റെ പേരിൽ ഔസ് ഖസറജ് ഗോത്രങ്ങൾ നിരന്തരമായി വൈരത്തിലായിരുന്നു. നിസാരമായിരിക്കുന്ന കാരണത്തിന്റെ പേരിൽ പരസ്പരം കൊലവിളി നടത്തുന്ന, പരസ്പരം സ്നേഹിക്കാൻ തയ്യാറാവാത്ത, സംസാരിക്കാൻ തയ്യാറാവാത്ത ആ സമൂഹത്തെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുല്യതയില്ലാത്ത സ്നേഹത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ പരിശുദ്ധ ദീനിന്റെ ആദർശത്തിലൂടെയാണ്, വിശ്വാസത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് കേവലം പ്രവാചകനും സഹാബത്തും പാലിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ജീവിച്ചു തീർത്തതായിരിക്കുന്ന ചരിത്രമല്ല. നേരെ മറിച്ച് ഖിയാമത്ത് നാൾ വരെ ഒരു വിശ്വാസി പരിഗണിക്കുകയും പരിഗണന നൽകുകയും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന്റെ വിശ്വാസം പരിഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അവന്റെ തഖ്വയും ദീനീ നിഷ്ഠയും നോക്കിക്കൊണ്ട് ഒരു മനുഷ്യനെ സ്നേഹിക്കുവാൻ, മറ്റെല്ലാ മാനദണ്ഡങ്ങളും ഒഴിവാക്കി സ്നേഹിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുകയാണെങ്കിൽ അവിടെയാണ് യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസം പൂർണ്ണമാകുന്നത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അൽ അഖില്ലാഹു യൗമഇദിൻ ബഅദുഹും ലിബഅദിൻ അദുവ്വുൻ ഇലൽ മുത്തഖീൻ. ഈ ദുനിയാവിൽ ചങ്ങാത്തം കൂടിയിരിക്കുന്ന മനുഷ്യന്മാര്, ഈ ദുനിയാവിൽ ഒത്തൊരുമിച്ച് നടന്നിരിക്കുന്ന സുഹൃത്തുക്കള് പരലോകത്ത് പരസ്പരം ശത്രുക്കളായി തീരുമെന്നാണ്. ഇല്ലൽ മുത്തഖീൻ. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മനുഷ്യന്മാരല്ലാത്തവരുടെയൊക്കെ ബന്ധങ്ങൾ അറ്റുപോകും. അവർ പരസ്പരം ശത്രുക്കളായി തീരുമെന്നാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്, ദറജകളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റബ്ബിന്റെ സ്നേഹമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ ഒരാൾ തയ്യാറായാൽ, സത്യസന്ധമായി തയ്യാറായാൽ റബ്ബിന്റെ മഹബ്ബത്ത് ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ പറഞ്ഞു. മൻ അഹബ്ബ ലില്ലാഹ് വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായിരിക്കുന്ന ഹദീസിലൂടെ പറഞ്ഞുതരാണ്. വജബത് മഹബ്ബതി, എന്റെ സ്നേഹം, റബ്ബിന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു. ആർക്ക്? ലിൽ മുതഹാബ്ബീന ഫിയ. എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് റബ്ബിന്റെ മഹബ്ബത്ത് ഉണ്ടാകുമെന്നാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദറജ എന്ന് പറയുന്നത് റബ്ബിന്റെ മഹബ്ബത്ത് നേടിയെടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായി മാറുക എന്നാണ്. ആ ഇഷ്ടം സമ്പാദിക്കാൻ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡം അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ചങ്ങാത്തത്തിലായിരിക്കുന്ന, നാം പരസ്പരം സ്നേഹിക്കുന്ന സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത് ഈ പറഞ്ഞതുപോലെ ഭൗതികമായിരിക്കുന്ന കാരണങ്ങളായിരിക്കാം. എനിക്ക് നേട്ടമുണ്ടാകുന്നു, അതുകൊണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നു. എനിക്ക് പ്രയാസമുണ്ടാകുന്നു, അതുകൊണ്ട് ഞാൻ അവരെ വെറുക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുന്ന ആദർശം സ്വീകരിച്ച് ഇസ്ലാമിക നിഷ്ഠയോടുകൾ ജീവിക്കാൻ തയ്യാറാകുന്നു എന്നൊരൊറ്റ കാരണത്താൽ ആ വിഷയത്തിൽ ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ, അവരെ സ്നേഹിക്കാൻ ഒരു മനുഷ്യൻ തയ്യാറായാൽ അള്ളാഹുവിന്റെ മഹബ്ബത്ത് ഉണ്ടാകുമെന്നാണ്. രണ്ടാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് അഥവാ മഹ്ശറയിൽ വിചാരണയ്ക്ക് വേണ്ടി കെട്ടിനിൽക്കപ്പെടുന്ന നീണ്ട സുദീർഘമായിരിക്കുന്ന ഒരു നിൽപ്പുണ്ട്. സൂര്യൻ ഏറ്റവും താഴ്ന്നായിട്ട് ഓരോരുത്തരുടെയും പാപത്തിന്റെ തോതനുസരിച്ചുകൊണ്ട് വിയർപ്പിൽ മുങ്ങിത്താന്ന് അമ്പിയാക്കന്മാരായിരിക്കുന്ന ആളുകൾ പോലും അസ്വസ്ഥതയോടുകൂടെ വിചാരണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ നിൽപ്പിന്റെ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7 വിഭാഗം ആളുകൾക്ക് അർശിന്റേതായിരിക്കുന്ന തണൽ നൽകി ആദരിക്കുമെന്നാണ്. അർശിന്റെ തണൽ നൽകി ആദരിക്കും. ആ 7 വിഭാഗം ആളുകളുടെ കൂട്ടത്തിൽ ഒന്നെണ്ണിയിരിക്കുന്നത് വറജുലാനി തഹാബാ ഫില്ലാ വതഫറഖാ അലൈഹി വജ്തമഅ അലൈഹി. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ച, ദുനിയാവിൽ സ്നേഹിച്ച മനുഷ്യന്മാര്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം വേർതിരിഞ്ഞിരിക്കുന്ന മനുഷ്യന്മാർക്ക് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റേതായിരിക്കുന്ന തണൽ നൽകി ആദരിക്കുമെന്നാണ്. അപ്പോ പരലോകത്ത് അർശിന്റെ തണൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കാൻ തയ്യാറാകണമെന്നാണ്. അതുപോലെ തന്നെ പ്രവാചകൻ മറ്റൊരിക്കൽ പറയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും അത്രേ പരലോകത്ത് വെച്ചുകൊണ്ട്, ഐനൽ മുതഹാബ്ബൂന ബിജലാലി, എന്റെ ജലാലത്ത് കൊണ്ട് പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന ആളുകളൊക്കെ എവിടെ പോയി? അൽ യൗമ ഉളില്ലഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി, എന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഈ ദിവസത്തിൽ
അത്തരം ആളുകൾക്ക് ഞാൻ തണ നൽകും, അവരെവിടെ പോയി എന്ന് ചോദിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യന്മാര്. മറ്റൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാന്റെ പൂർത്തീകരണം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം കൊടുക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം കൊടുക്കാതിരിക്കുവാനും തടയുവാനും ഒരാൾ തയ്യാറാകുന്നുവെങ്കിൽ, എന്നാലും നിങ്ങൾ ആരെ പരിഗണിക്കണമെന്ന് നോക്കുമ്പോ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങളാണ് നോക്കുന്നത്. ഇവിടെയാണ് ഒരു വിശ്വാസി ഏതെങ്കിലും ഒരു മനുഷ്യനെ പരിഗണിക്കുന്നുവെങ്കിൽ, വല്ലതും നൽകുന്നുവെങ്കിൽ, നൽകാതിരിക്കുന്നുവെങ്കിൽ അത് മാനദണ്ഡമായി എടുക്കേണ്ടത് അള്ളാഹുവിന്റെ വിഷയത്തിലായിരിക്കണം. അള്ളാഹ് പറയാൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മൻ അഹബ്ബലില്ല, ആരാണോ അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, റബ്ബിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത്, വബഗളില്ല, അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ആരാണോ വെറുക്കുന്നത്, അഅ്താലില്ല, അള്ളാഹ്ക്ക് വേണ്ടി ആരാണോ നൽകുന്നത്, വമനഅലില്ല, അള്ളാഹുവിന്റെ വിഷയത്തിൽ വല്ലതും തടയുന്നുവെങ്കിൽ ആരാണോ അതിൽ തയ്യാറാകുന്നത്, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അത്തരം ആളുകളുടെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. അപ്പൊ ആർക്കെങ്കിലും വല്ലതും വല്ല അവകാശവും വല്ല കാര്യവും തടയുന്നുവെങ്കിൽ, ആർക്കെങ്കിലും വല്ലതും നൽകുന്നുവെങ്കിൽ അതിന്റെയൊക്കെ മാനദണ്ഡം റബ്ബിന്റെ വിഷയത്തിൽ അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, റബ്ബിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനവും ഈമാനും അദ്ദേഹത്തിനുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവന് നൽകുന്നു. അള്ളാഹു വെറുപ്പുണ്ടാകുന്ന, ദീൻ പഠിപ്പിക്കാത്ത, ഹറാമുകളും തിന്മകളും ചെയ്യുന്നവനായതുകൊണ്ട് ഞാൻ അവന് നൽകുന്നില്ല, ഞാൻ അവനെ വെറുക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന ആളുകളുടെ ഈമാൻ പൂർണ്ണമായിരിക്കുന്നു എന്നാണ്. അതുപോലെ മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നെണ്ണിയിരിക്കുന്നത് ഒരു മനുഷ്യനെ സ്നേഹിക്കുമ്പോ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ സ്നേഹിക്കാതിരിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുക എങ്കിൽ ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസത്തിന്റെ പൂർത്തീകരണം സാധ്യമാകണമെങ്കിൽ, പരലോകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ദുനിയാവിലും പരലോകത്തും അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നാണ്. അത്തരം ആളുകൾ അള്ളാഹു പരലോകത്ത് പ്രത്യേകമായി ആദരിക്കും അത്രേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് നൽകിയിരിക്കുന്ന സ്ഥാനങ്ങൾ കാണുമ്പോ അമ്പിയാക്കന്മാരും ശുഹദാക്കളുമായിരിക്കുന്ന ആളുകൾ പോലും കൊതിച്ചു പോകും, അവരെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്നാണ്. അവർക്കും ആ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്, കാരണം അവരും ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ്. പക്ഷേ ആ വിഷയത്തിൽ മാത്രം ആദരിക്കപ്പെട്ട ആളുകളെ കാണുമ്പോ അവർ കൊതിച്ചു പോകുന്ന രൂപത്തിലുള്ള അവസ്ഥയിലായിരിക്കും അവരുണ്ടാവുക എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവരെ പ്രത്യേകമായിരിക്കുന്ന മിമ്പറുകളിലായിട്ട്, പ്രകാശത്തിന്റെ മിമ്പറുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രതിഷ്ഠിക്കുമത്രേ. അത്രയും സുന്ദരമായിരിക്കുന്ന ദറജ ലഭിക്കാനുള്ള കാരണം അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ തോന്നും ഇത് എല്ലാവർക്കും കൊണ്ട് കഴിയുന്നില്ല എന്നത്. അല്ല, ഇതല്പം പ്രയാസമുള്ള തന്നെയാണ്. പലപ്പോഴും നമ്മളോടൊപ്പം തന്നെ 5 നേര നിസ്കാരങ്ങളിൽ തോളോട് തോളുരുമി ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പോലും സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. കാരണം എന്താണ്? നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അവരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ മറ്റേതോ ഭൗതികമായിരിക്കുന്ന പല കാരണങ്ങളുടെ വിഷയത്തിലാണ് പരസ്പരം ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസി പരിഗണിക്കേണ്ടത് അങ്ങനെയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ശരിയായ ആദർശം സ്വീകരിച്ച് റബ്ബിന് ഇഷ്ടപ്പെട്ട അമലുകൾ ചെയ്യുന്നുവെങ്കിൽ അവനെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് അത്തരം ആളുകൾക്ക് അള്ളാഹു നൽകും. അത് നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ എവിടെയോ ചില തകരാറുകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നല്ലൊരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവനോട് ചങ്ങാത്തം കൂടാൻ കഴിയുന്നില്ല, അവനുമായി സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും എവിടെയോ ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബന്ധങ്ങൾ ഖിയാമത്തും കഴിഞ്ഞ് പരലോകം വരെ നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളായി തീരണമെന്നുണ്ടെങ്കിൽ ഭൗതികമായിരിക്കുന്ന കാരണങ്ങളുടെ പേരിൽ പരസ്പരം സ്നേഹിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് നുസല്ലി വനുസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും ഏതെങ്കിലും ആളുകളോട് നമുക്ക് വല്ല വിരോധവും അനിഷ്ടവും ഉണ്ടെങ്കിൽ
അത് അള്ളാഹുവിന്റെ മാർഗത്തിലായി തീരുവാനും ആർക്കാണോ സൗഭാഗ്യം കിട്ടുന്നത് അവരീ പറയപ്പെട്ട ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവനാണ് എന്ന് മനസ്സിലാക്കാം. ഇന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് ആൾക്കൂട്ടം എന്ന രൂപത്തിൽ ഒരുപാട് ആളുകളുണ്ടെങ്കിലും, അല്ലെങ്കിൽ പള്ളികളിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതലുണ്ടെങ്കിലും പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല, പരസ്പരം ചിരിക്കാൻ കഴിയുന്നില്ല, സുഖാശ്ചര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സുഖങ്ങളെക്കുറിച്ച്, ദുഃഖങ്ങളെക്കുറിച്ച്, അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്ലാമികമായിരിക്കുന്ന പല ഷിആറുകളും നമ്മുടെ അടുക്കലൊക്കെ ഉണ്ടാവും. നല്ല താടി ഉണ്ടാകും, ജമാഅത്തിൽ കൃത്യമായിട്ട് പങ്കെടുക്കുന്നുണ്ടാകും, ദഅവാ രംഗത്ത് ഉഷാറായിരിക്കും. പക്ഷെ പരസ്പരം സംസാരിക്കാനോ ഒത്തൊരുമയോടുകൂടെ ഐക്യത്തോടുകൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് സന്തോഷം പങ്കിടുവാനോ ഒരാളെ കൊണ്ട് കഴിയുന്നില്ല എന്നാണ് മഹാന്മാരായിരിക്കുന്ന ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ കണ്ട് അയാളെ കൈപിടിച്ച് സലാം പറഞ്ഞ് അയാളുടെ സുഖദുഃഖങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങളെല്ലാം തന്നെ പുറത്തു കൊടുക്കുമെന്നാണ്. അവന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ആദർശമുള്ള മനുഷ്യന്മാര്, തൗഹീദ് ഉൾക്കൊണ്ട മനുഷ്യന്മാര് പരസ്പരം സ്നേഹിക്കാതെ വെറുത്ത് അകന്നുകൊണ്ട് ആ രൂപത്തിൽ സഹകരിക്കാതെ നീങ്ങുന്നു പോകുന്നൊക്കെ നമുക്ക് പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. എന്തേ കാരണം? എന്തോ അഭിപ്രായം പറഞ്ഞപ്പം ഞാൻ പറഞ്ഞ അഭിപ്രായത്തിന് എതിരായി പോയി മറ്റുള്ളവന്റെ അഭിപ്രായം, അതുകൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ട് സഹകരണമില്ല, അല്ലേ? ഇങ്ങനെയാണ് നമ്മളൊക്കെ. എവിടെയാണ് നമ്മുടെ ഈമാൻ എന്തിനു വേണ്ടിയെന്നാണ് പലപ്പോഴും പലരും സ്നേഹിക്കാൻ മാനദണ്ഡമായി വച്ചിരിക്കുന്നത്. പ്രത്യേകമായിരിക്കുന്ന കൂട്ടായ്മയുണ്ടെങ്കിൽ അവർ പരസ്പരം സ്നേഹിക്കുക. ഏതെങ്കിലും ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് എടുത്തുവെങ്കിൽ അവർ മാത്രം സ്നേഹിക്കുക. ഏതെങ്കിലുമൊക്കെ ആളുകളായി രാഷ്ട്രീയ പാർട്ടികൾ അവർ മാത്രം സ്നേഹിക്കുക. അങ്ങനെ ഉണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നോക്കൂ നിങ്ങൾ. കച്ചവടക്കാരുണ്ട്, കൃഷിക്കാരായിരിക്കുന്ന ആളുകളുണ്ട്, ഇടയന്മാരായിരിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പല പല തൊഴിൽ ചെയ്യുന്നവരുണ്ട്. ഇന്ന് നമ്മൾക്കിടയിൽ കാണുന്ന എല്ലാ കാറ്റഗറിയും അവർക്കിടയിലും ഉണ്ടായിരുന്നു. പ്രത്യക്ഷത്തിൽ സമ്പന്നനുണ്ട്, ദരിദ്രനുണ്ട്, അടിമയുണ്ട്, ഉടമയുണ്ട്, കറുത്തവന് വെളുത്തവന് എല്ലാം ഉണ്ട്. അഭിപ്രായങ്ങളും അങ്ങനെ തന്നെയാണ്. മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഉമർ റളിയല്ലാഹു തആല അൻഹും എത്രയോ വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ച് പോലും എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. എതിരഭിപ്രായം കേവലം പറഞ്ഞു മാത്രമല്ല, ശബ്ദം ഉയരുന്ന രൂപത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്ന രൂപത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ പറഞ്ഞ ശേഷവും ആ അഭിപ്രായങ്ങൾ കഴിഞ്ഞ് ആ രംഗം വിട്ടുകഴിഞ്ഞാൽ പരസ്പരം തോളോട് തോളുരുമി ഒരേ രൂപത്തിൽ സ്നേഹിക്കുവാനും കൂടെ നടക്കുവാനും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുവാനും ഐക്യത്തോടുകൂടെ അല്പം പോലും മനസ്സിൽ പ്രയാസമില്ലാത്ത രൂപത്തിൽ കഴിയാനും, എന്തിനേറെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമായിട്ട് എത്രയോ സന്ദർഭങ്ങളിൽ എതിരഭിപ്രായം പറഞ്ഞ പ്രകടിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് പോലും സൂറത്തുൽ ഹുജറാത്തിന്റെ ഒക്കെ അവതരണത്തിന് കാരണമാകുന്ന രൂപത്തിൽ പ്രവാചക സന്നിധിയിൽ വെച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ച ആക്ഷേപത്തിന് അർഹനായി ആകേണ്ടി വന്ന സന്ദർഭം ഉണ്ടായിട്ട് പോലും മരണത്തിന്റെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് തൊട്ടടുത്ത ഖലീഫ ആരായിരിക്കണം എന്ന വിഷയത്തിൽ ഒരു തർക്കം ഉണ്ടായിരുന്നില്ല. താൻ നിങ്ങളെ നോക്കണല്ലേ, എന്നോട് എതിരിട്ട മനുഷ്യൻ, എതിര് പറഞ്ഞ മനുഷ്യൻ, എന്നെ സപ്പോർട്ട് ചെയ്യാത്ത മനുഷ്യൻ, അവനെ പിന്താങ്ങേണ്ടതില്ല, സഹകരിക്കേണ്ടതില്ല, അല്ലേ? സ്നേഹിക്കേണ്ടതില്ല, അവഗണിക്കുകയാണ്, തള്ളിക്കളയാണ്. പറ്റുമെങ്കിൽ അവന്റെ ശത്രുവായി മാറുകയാണ് എന്ന ചിന്തയാണ് വരുന്നതെങ്കിൽ മഹാനായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല മനപ്പെടുന്ന സമയത്ത് വസിയത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, എനിക്കു ശേഷം ഞാൻ കണ്ടിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കി പരിചയപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള, സൂക്ഷ്മതയുള്ള ഉമർ റളിയല്ലാഹു അൻഹു ആകട്ടെ ഖലീഫ എന്ന് പറയാൻ അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. സഹാബത്തിലൊക്കെ അങ്ങനെ അവസ്ഥയായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, ദേഷ്യപ്പെടലുണ്ടായിരുന്നില്ല, കയ്യാങ്കളികൾ ഉണ്ടായിരുന്നില്ല എന്നൊന്നും വിചാരിക്കേണ്ടതില്ല. പല സഹാബത്തും കയ്യേറ്റം വരെ നടത്തിയിട്ടുണ്ട്. ദേഷ്യം വന്ന സമയത്ത് മഹാനായിരിക്കുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരു സഹാബി അടിക്കണ്ടായി. അടിച്ച സമയത്ത് പരാതിയുമായി പോകുന്ന അടി കൊണ്ടാളല്ല. അതാണ് സ്നേഹമെന്ന് പറഞ്ഞാൽ. അടി കൊണ്ടാളല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പരാതിയുമായി പോകുന്നത്. ഈ അടിച്ച അതേ വ്യക്തി വന്നിട്ട് പറയാൻ, ഞാൻ അദ്ദേഹത്തെ ദുർബല നിമിഷത്തിൽ ദേഷ്യം വന്ന പഠിച്ചുപോയി, മാപ്പ് ചോദിച്ചിട്ട് മാപ്പ് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പരാതി കൊണ്ടാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ വൈകാരികത കടിമപ്പെടുക എന്നുള്ളത് പൈശാചികമായിരിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും മനുഷ്യ സഹജമായി ആരിലും ഉണ്ടാകാം. സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക എന്ന് മാത്രമല്ല, ആരെയാണോ സ്നേഹിക്കുന്നത് അയാളിൽ നിന്നുണ്ടാകുന്ന അവിവേകങ്ങളെ പൊറുക്കാൻ, മാപ്പ് കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുന്നത്. അതാണല്ലോ പ്രകൃതിപരമായി പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. മാതാപിതാക്കളിൽ നിന്നുണ്ടാകുന്ന അവിവേകത്തെ
മക്കൾക്ക് പൊറുക്കാൻ കഴിയുന്നു. മക്കളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളെ പൊറുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നു. എന്തേ കാരണം? അത് പ്രകൃതിപരമായിരിക്കുന്ന ശരിയായിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു അടയാളമാണ്. അതേ രൂപത്തിൽ പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഏകോദര സഹോദരന്മാരാണ്. സ്വന്തം മാതാപിതാക്കളുടെ ഉദരത്തിൽ നിന്ന് വന്ന മക്കളെപ്പോലെ തന്നെയാണ് വിശ്വാസികൾ. ആ രൂപത്തിലാണ് പരിഗണിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, അസ്വാരസ്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ചില സമയത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. ആ പ്രയാസങ്ങൾ പരസ്പരം ഭിന്നിക്കാൻ ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. പിണങ്ങാൻ കാരണം തേടി നടക്കുന്നവരാ നമ്മളൊക്കെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇണങ്ങാനുള്ള കാരണം അന്വേഷിക്കുന്നവനായി തീരണം. എങ്ങനെ? തെറ്റാൻ വേണ്ടിയിട്ട് കാരണം എന്താ നോക്കാൻ ആലോചിച്ച് നോക്കുകയാണ്. അതെ, അവന്റെ ഇന്ന ഫംഗ്ഷൻ എന്നെ വിളിച്ചില്ല, അവസാന സമയത്താ വിളിച്ചില്ല എന്ന് മാത്രമേ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവസാന സമയത്തായി പോയി, എന്നോട് അഭിപ്രായം ചോദിച്ചില്ല, ഇങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ചില ആളുകളുടെയൊക്കെ പിണക്കത്തിന്റെ കാരണങ്ങൾ നോക്കും നിങ്ങൾ. നല്ല നിസ്കാരമൊക്കെ ഉള്ള മനുഷ്യന്മാരുടാണ്. ഞാൻ ചെയ്യുന്ന ബിസിനസ് അതേ ബിസിനസ് വേറൊരാൾ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാണ് അവൻ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ആണെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ശിക്ഷ കിട്ടുന്നല്ലാതെ, പടച്ചവനെ പുറത്തു കൊടുക്കണമെന്ന് പറയാന്നല്ലാതെ അവനെ ശത്രുവായി കാണുന്ന ആളുകളായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് അള്ളാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുക എന്നുള്ളതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. റബ്ബിന്റെ പേരിൽ സ്നേഹിക്കാൻ കഴിയണം. പ്രവാചക സന്നിധിയിൽ വെച്ചുകൊണ്ട് ഒരു സഹാബി കടന്നുകൊണ്ട് പറയുന്നുണ്ട്, പ്രവാചകരെ, ആയിരിക്കുന്ന മനുഷ്യൻ എനിക്ക് അള്ളാഹുവിന്റെ വിഷയത്തിൽ അല്ലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾക്കറിയോ നീ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് പറയണം, ഇനി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒരു മനുഷ്യനെ അയാളുടെ മറ്റല്ല ഈ പറയപ്പെട്ട കാരണങ്ങളൊന്നുമല്ല, അയാളെ കൊണ്ട് വല്ല മെച്ചം കിട്ടുന്നു, ഇതൊന്നുമല്ല, എന്തെങ്കിലും ലാഭം ഉണ്ടാകും, എന്നെ പല വിഷയത്തിലും സപ്പോർട്ട് ചെയ്യും, ഞാൻ കുടുങ്ങുമ്പോൾ എന്നെ സഹായിക്കും, ആ കാരണത്താലൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ സ്നേഹബന്ധത്തെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് എന്ന് വെച്ചാൽ ഭൗതികമായിരിക്കുന്ന താല്പര്യങ്ങളുടെ വിഷയത്തിൽ, നേട്ടങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആരെങ്കിലും വെറുക്കുന്നുവെങ്കിലും ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് അപകടമുണ്ടാക്കുന്നു, നമുക്ക് ഭീഷണിയായി തീരുന്നു എന്ന രൂപത്തിലൊക്കെയുള്ള കാരണങ്ങളുടെ വിഷയത്തിലാണ് ഒരാൾ വെറുക്കുന്നെങ്കിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൗതികമായിരിക്കുന്ന ദുനിയവിയായിരിക്കുന്ന ഒരു നേട്ടത്തിന്റെയും ലക്ഷ്യമാക്കാതെ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണം. അയാളുടെ ഈമാൻ കണ്ടുകൊണ്ട്, അയാളുടെ ഇഖ്ലാസ് കണ്ടുകൊണ്ട്, പ്രത്യക്ഷത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അയാളുടെ തഖ്വാബോധം കണ്ടുകൊണ്ട് അയാളെ സ്നേഹിക്കാൻ കഴിയണം എന്നാണ്. ചില ആളുകൾക്ക് ഉണ്ടാവും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ പരസ്പരം മിണ്ടൂല, അല്ലേ? എല്ലാവരും നമ്മളൊക്കെ അങ്ങനെ പല ആളുകളും കാണാൻ സാധിക്കുന്നതാണ്. സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ ഒന്ന് സലാം പറയാൻ പോലും പുഞ്ചിരിക്കാൻ പോലും മടി കാണിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? ജമാഅത്തിലൊക്കെ പങ്കെടുക്കാൻ വരുന്നവരാ, ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞു പോകാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ പ്രവാചകൻ പറഞ്ഞു, ഒരു തന്റെ സഹോദരന്റെ കരുത് മുസാഫഹത്ത് നടത്തുകയാണെങ്കിൽ ആ മുസാഫഹത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത് വരെയും അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. സലാം പറഞ്ഞിട്ട് ഇത് സലാം പറഞ്ഞാൽ മടക്കിക്കണമെന്ന് പോലും അറിയില്ല, സലാം പറയാൻ മടി, മുഖത്തേക്ക് നോക്കാൻ മടി, പുഞ്ചിരിക്കാൻ മടിയുള്ള മനുഷ്യന്മാർ. എന്നാലോ ദീനിന്റെ വലിയ ആളുകളാണ് എന്ന് സ്വയം തോന്നുക. എനിക്ക് തോന്നുന്നത് ഞാനാണ് ഉഷാറ്, എന്നെക്കാളും മെച്ചുള്ള ആളൊന്നും ഇല്ല എന്ന് തോന്നുന്നതാണ്. പക്ഷേ ഒരു വിശ്വാസിയെ കാണുമ്പോൾ പ്രവാചകൻ പറഞ്ഞു, സലാം പറയേണ്ടത് ആരാണ്? സലാം എന്നുള്ളത് ഒരു ചികിത്സ കൂടെയാണെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ, ലാ യദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തുഹിബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബ്ബതും അഫ്ശു സലാമ ബൈനക്കും. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാതെ നിങ്ങൾ ധരിക്കേണ്ടതില്ല. നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ പരസ്പരം സ്നേഹിക്കാതെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകൂല. പരസ്പരം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയണോ? അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമു തഹാബ്ബതും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് സഹാബത്തിനോടാ പറയുന്നത്. വൈര്യമില്ലാത്ത, ഹൃദയത്തിൽ അല്പം പോലും കറയില്ലാത്ത, വിദ്വേഷമില്ലാത്ത ആ സഹാബത്തിനോട് പറഞ്ഞൊടുക്കാൻ നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തഹാബ്ബതും, നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയും. അഫ്ശു സലാമ ബൈനക്കും, അഫ്ശു സലാമ ബൈനക്കും. നിങ്ങൾ പരസ്പരം സലാം പറയണമെന്നാണ്. ആരോടാ സലാം പറയേണ്ടത്? പേരും ഊരും നാടും ജോലിയും വീട്ടുവിശേഷങ്ങളും എല്ലാം തന്നെ അറിയാവുന്നവരോടാണോ? അല്ല. മുസ്ലിമാണ് എന്ന് തോന്നുന്ന ഏതൊരു മനുഷ്യനോടും സലാം പറയുക എന്നുള്ളത് ഒരു വിശ്വാസി മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കടമയാണ്. ഞാൻ നിങ്ങളോട് സലാം പറയുക എന്നുള്ളത് നിങ്ങളുടെ അവകാശമാണ്, അഥവാ ഞാൻ നിർവഹിക്കപ്പെടേണ്ട അവകാശമാണ്. അത് നിർവഹിക്കാൻ കഴിയാത്ത മനുഷ്യന്മാര് സലാം പറഞ്ഞാൽ മടക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ സ്നേഹക്കണ്ട് സാധാരണ പറയുന്ന പോലെ സ്നേഹക്കൊണ്ട് മനസ്സിന്റെ ഉള്ളിലാണെന്നാണ്. അല്ല,
സ്നേഹം അറിയിക്കണം, അറിയും വേണം. സ്നേഹിക്കപ്പെടുന്ന മനുഷ്യന്മാർക്ക് ഇന്നയാൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് തോന്നണം. അതെങ്ങനെയാ? നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ട്. എങ്ങനെയാണ് പെരുമാറ്റം? ഇപ്പറഞ്ഞതുപോലെ ഒന്ന് സലാം കൊണ്ട് തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾക്ക് പരസ്പരം ആളുകളെ കുറിച്ച് കേവലമായിരിക്കുന്ന ധാരണ പോലും ഇല്ല. എത്രയോ വർഷങ്ങളായി ഒരുമിച്ച് ഒരേ പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ, എന്താ അയാളുടെ ജോലി അറിയില്ല, അദ്ദേഹത്തിന്റെ വീട് എവിടെ അറിയില്ല, അയാളുടെ പേരെന്താ അറിയില്ല. കാരണം നമ്മൾ ചോദിക്കുന്നില്ല, അത് ഞാനായിട്ട് ബന്ധമല്ല നമ്മൾ വിചാരിക്കുകയാണ്. ഒരു വിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല. വിശ്വാസി മറ്റുള്ള തന്റെ സഹോദരനെ കുറിച്ച് അറിയണം, അവന്റെ വിഷമങ്ങൾ അറിയണം, അവന്റെ സന്തോഷങ്ങൾ പങ്കാളിയാവണം. അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്ന മനുഷ്യന്മാരുണ്ടാവും, പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകൾ. എങ്ങനെ നമുക്ക് അറിയാം? പരസ്പരം ചോദിച്ചിട്ട് തന്നെ. അതുപോലെ തന്നെയാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുക, കൂടെ ഇരിക്കുക, കൂടെ ഭക്ഷണം കഴിക്കുക, കൂടെ യാത്ര ചെയ്യുക, സന്തോഷങ്ങൾ പങ്കെടുക്കുക. ഇതൊക്കെയാണ് സ്നേഹത്തിന്റെ അടയാളം എന്ന് പറയുമ്പോൾ. അതോടൊപ്പം കാണാതിരുന്നാൽ അയാളെ കുറിച്ച് തിരക്കണം. എവിടെ പോയി? രോഗിയായിരിക്കാം. രോഗിയാണെങ്കിൽ അടുത്ത ബാധ്യതയുണ്ട്, രോഗിയെ സന്ദർശിക്കേണ്ടതുണ്ട്, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, സാമ്പത്തികമായോ മറ്റോ നിലക്ക് സഹായിക്കേണ്ടതുണ്ടെങ്കിൽ അത് സഹായിക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് സ്നേഹബന്ധത്തിന്റെ അടയാളം എന്ന് പറഞ്ഞാൽ. അതല്ലാതെ കേവലമാകുന്ന 5 നേരത്തെ നിസ്കാരങ്ങളും തൗഹീദ് ഉൾക്കൊണ്ടു എന്നുള്ള ആ ഒരു ചിന്തയുമാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമായി സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റി എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് നമ്മൾക്കുള്ളത്. പ്രവാചകനും സഹാബത്തും ഒക്കെ ജീവിച്ചു കാണിച്ചെന്നത് നമുക്ക് മാതൃകയായിട്ടാണ്. അവരെ പോലെ സ്നേഹിക്കാൻ കഴിയേണ്ടതുണ്ട്. മുഹാജിറുകൾ അൻസാറുകളും പരസ്പരം സ്നേഹിച്ചത് കുടുംബ ബന്ധത്തിന്റെ വിഷയത്തിലായിരുന്നില്ല, ആദർശബന്ധത്തിന്റെ പേരിൽ മാത്രമായിരുന്നു. ആ രൂപത്തിൽ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടേതായിരിക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ഒരുപട്ടെ മസാലകളിലൊക്കെ ഫിഖിയായിരിക്കുന്ന വിഷയങ്ങൾ പരസ്പരം തർക്കം. എന്റെ അതേ അഭിപ്രായമുള്ള അങ്ങനെ ഉണ്ടാവുമോ? ഇമാം മാലിക് റഹിമഹുള്ളയുടെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹിമഹുള്ള. ഇന്ന് 2 മദ്ഹബുകളായി അറിയപ്പെടുന്നവരാണ്. ഇമാം മാലിക് റഹിമഹുള്ളയുടെ ശിഷ്യനാണ് ഇമാം ഷാഫി റഹിമഹുള്ള. ഇമാം ഷാഫി റഹിമഹുള്ളക്ക് തന്റെ ഉസ്താദിനോട് വൈര്യമായിരുന്നുണ്ടായിരുന്നു. ഇന്നതല്ല. ഇന്ന് ഫിഖിന്റെ മസ്അലകളിൽ, കർമ്മശാസ്ത്രപരമായിരിക്കുന്ന ചില മസ്അലകളുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അഭിപ്രായം ഇല്ല എന്ന് കണ്ടാൽ അവനുമായി സലാം പറയണ്ട, അവനുമായി ബന്ധങ്ങൾ വേണ്ട. ഇനിയോ ഏതെങ്കിലും സംഘടനയിലോ ഗ്രൂപ്പിലോ സംഘങ്ങളിലോ കൂട്ടായ്മയിലോ പങ്കാളിയായാൽ അവരെ മാത്രമാണോ? അതിനാണ് ഹിസ്ബിയത്ത് എന്ന് പറയാം. അതൊരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. മെമ്പർഷിപ്പ് എടുത്തോനെ സ്നേഹിക്കുക, മെമ്പർഷിപ്പ് എടുക്കാത്തവനെ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ളവരെ സ്നേഹിക്കുക, ഇല്ലാത്തവരെ സ്നേഹിക്കാതിരിക്കുക. അതല്ല മാനദണ്ഡം. നേരെ മറിച്ച് അവന്റെ ഈമാൻ, അവന്റെ ഇസ്ലാമികമായിരിക്കുന്ന ജീവിതം, അവന്റെ തഖ്വാബോധം, അത് നമ്മൾ പരിഗണിച്ചുകൊണ്ട് അയാൾ ഷിർക്കിലാണ്, ഞാൻ ഉപദേശിച്ചു നോക്കി എന്നിട്ടും തിരുത്തുന്നില്ല എങ്കിൽ അവനുമായി ചങ്ങാത്തം വേണ്ട. തോന്നിവാസത്തിലും തമ്മാടിത്തത്തിലുമാണ്, അവൻ ഉപദേശിച്ചു നോക്കി, ഇല്ല അവൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ട. ഈ രൂപത്തിലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുവാനും അള്ളാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ പരസ്പരം അകലുവാനുമുള്ള ആ ഒരു ഈമാനിക കരുത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുവാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾ വന്നു പോയിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്ൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ